സോഷ്യൽ മീഡിയകളിൽ വളരെയധികം സജീവമായ നടനാണല്ലോ നമ്മുടെ മമ്മൂക്ക. മാസത്തിൽ ഒരു തവണയെങ്കിലും അദ്ദേഹം തന്റെ പുതിയ ലുക്കിലുള്ള ഫോട്ടോഷൂട്ട് പോസ്റ്റ് ചെയ്യാറുമുണ്ട്. കഴിഞ്ഞ ദിവസവും പതിവ് പോലെ അദ്ദേഹം ഫേസ്ബുക്ക് പേജിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തു. ക്ലീൻ ഷേവ് ചെയ്ത് കൂളിംഗ് ഗ്ലാസ് വെച്ച് നിൽക്കുന്ന ആ ഫോട്ടോ എന്നത്തെയും പോലെ തന്നെ വൈറലാകാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. പ്രായം എത്രത്തോളം കീഴടക്കാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം അതിനെ ചെറുത്തു നിൽക്കുന്ന ഈ മനുഷ്യൻ 50-60 വയസ്സ് പിന്നിടുമ്പോഴേക്കും തൻ്റെ ജീവിതത്തിൻ്റെ നല്ല കാലമൊക്കെ കഴിഞ്ഞു ശിഷ്ടകാലം അടങ്ങിയൊതുങ്ങി വിശ്രമ ജീവിതം നയിക്കാമെന്ന് കരുതുന്ന പഴയ തലമുറയ്ക്ക് ഒരു താക്കീതും അതുപോലെ തന്നെ പുതിയ തലമുറയ്ക്ക് ഒരു ഉത്തേജനവുമാണ്. 73 വയസ്സുള്ള നിങ്ങൾക്ക് ചുറ്റുമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളെ നിരീക്ഷിച്ചാൽ അവരുടെ ആരോഗ്യസ്ഥിതിയും കർമ്മനിരതയും ഇദ്ദേഹവുമായി ഒന്ന് താരതമ്യപ്പെടുത്തിയാൽ തന്നെ നമുക്ക് കാര്യം കൂടുതൽ വ്യക്തമാകും. എന്തായാലും അക്കാര്യം അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ പറഞ്ഞു വരുന്നത് മറ്റൊരു കാര്യത്തെക്കുറിച്ചാണ്. അദ്ദേഹം തൻ്റെ കൂളിംഗ് ഗ്ലാസ് ഹോൾഡ് ചെയ്തിരിക്കുന്ന ഫിംഗറാണ് ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത്. സാധാരണ തൻ്റെ തമ്പും ഇൻഡെക്സ് ഫിംഗറും കൊണ്ട് കണ്ണട പിടിക്കാറുള്ള മമ്മൂട്ടി ഇത്തവണ ഹോൾഡ് ചെയ്തിരിക്കുന്നത് തൻ്റെ നടുവിരൽ കൊണ്ടാണ്. ബാക്കി വിരലുകളെല്ലാം മടക്കുകയും ചെയ്തതോടെയാണ് അത് അനാവശ്യമായ പല വിവാദങ്ങളിലേക്കും വഴിവെച്ചത്. പൊതുവെ സമൂഹത്തിനു മുന്നിൽ ഉത്തമ മാതൃകയായി ജീവിച്ചു തീർക്കുന്ന മമ്മൂട്ടി സഭ്യത വിട്ട പ്രവർത്തനമോ പ്രതികരണമോ ഇന്നുവരെ നടത്തിയിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ ഇത് അങ്ങനെയൊരു കാര്യം ആകാനുള്ള സാധ്യത ഒട്ടും തന്നെ ഇല്ല. പക്ഷേ കഴിഞ്ഞ കുറച്ചു നാളുകളായി മമ്മൂട്ടി എന്ന നടനെ വട്ടമിട്ട് ആക്രമിക്കുകയാണ് ഒരു വിഭാഗം ആളുകൾ. മറുനാടൻ ചാനലിൽ വന്ന ഒരു അഭിമുഖത്തെ തുടർന്ന് അദ്ദേഹത്തെ വർഗീയവാദി ആക്കി മാറ്റാനുള്ള തീവ്ര ശ്രമം തന്നെ നടന്നു. അദ്ദേഹം സുഡാപ്പി ആണെന്ന് പറഞ്ഞു. അദ്ദേഹത്തെ സുഡൂട്ടി എന്നിവരെ കളിയാക്കി വിളിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസമൊക്കെ വെറും പ്രഹസനമാണെന്നും ആട്ടിൻ തോലിട്ട ചെന്നായ ആണെന്നും വരെ പറഞ്ഞു തുടങ്ങി. അതിനെയെല്ലാം അതിൻ്റെതായ അവജ്ഞയോടുകൂടി തന്നെ മമ്മൂട്ടി തള്ളിക്കളഞ്ഞു. പിന്നെ ഹേമ കമ്മീഷൻ വന്നതിന് ശേഷം അദ്ദേഹം മൗനം പാലിച്ചതുകൊണ്ടുണ്ടായ വിമർശനങ്ങളും അതോടൊപ്പം വഴിവിട്ട ജീവിതം നയിക്കുന്ന നടന്മാരുടെ ലിസ്റ്റിലേക്ക് മമ്മൂട്ടിയെ കൂടി കയറ്റി ഇരുത്താനുള്ള ശ്രമവും നടക്കുകയും ചെയ്തു. പക്ഷേ എല്ലാം വെറും വെള്ളത്തിൽ വരച്ച വര പോലെയായി മാറി. പിന്നീട് തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ അദ്ദേഹം ഹേമ കമ്മീഷന്റെ റിപ്പോർട്ടിനോട് പ്രതികരിക്കുകയും ചെയ്തു. എന്നാൽ ഹേമ കമ്മീഷൻ വരുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മമ്മൂട്ടി കാസ്റ്റിംഗ് കോച്ച് അടക്കമുള്ള വിഷയങ്ങളെക്കുറിച്ച് തൻ്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. സിനിമയിലെങ്കിലും ചൂഷണം നടക്കുന്നുണ്ടോ? ഉദാഹരണത്തിന് കാസ്റ്റിംഗ് കൗച്ച് എന്നൊക്കെ പറയുന്നത് പണ്ട് മുതലേ ഉള്ള ഒരു വിവാദം. കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്നത് അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഒരു സിനിമയുടെ ചർച്ചാവേളകളിൽ പ്രധാനമായിട്ടുണ്ടാകുന്ന അതിൻ്റെ സംവിധായകൻ, അതിൻ്റെ റൈറ്റർ, പ്രൊഡ്യൂസർ, മെയിൻ ആക്ടർ, അതിൻ്റെ കാരണം ഇതൊരു കഥ, ഈ ആളുകളെ ആശ്രയിച്ചിട്ടാണ് ഈ സിനിമയുടെ വളർച്ചയും. ഈ സിനിമ പ്രധാനമായിട്ട് ഗുണവും ദോഷവും ഉണ്ടാക്കുന്ന ഇവരായതുകൊണ്ട് ആദ്യം തുടങ്ങുന്ന ചർച്ചകൾ ഇവരൊക്കെ ഉണ്ടാവും. അപ്പോൾ കഥ ചർച്ചകളിൽ ആരൊക്കെ വേണം, എങ്ങനെയാണ്, അപ്പോൾ ഈ വേഷന് ഇയാൾ പറ്റും, അയാൾക്ക് എങ്ങനെ ചെറിയ ഗുണമുണ്ട്, അങ്ങനെ നോക്കും. അതല്ലാതെ ഈ ചൂഷണമോ അല്ലെങ്കിൽ സ്ഥാപിതമായ താല്പര്യങ്ങളോ ഒന്നും ഇതിനകത്ത് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സിനിമ നന്മയും തിന്മയും നിറഞ്ഞ ലോകമാണെന്നും അതിൽ നന്മ മാത്രം തിരഞ്ഞെടുക്കണമെന്നാണ് ദുൽഖർ അടക്കമുള്ള തൻ്റെ ഇളം തലമുറയിലെ ഓരോരുത്തർക്കും അദ്ദേഹം നൽകിയ ഉപദേശം. ഇതൊക്കെ അറിയാമായിരുന്നിട്ടും അദ്ദേഹത്തെ മട്ടാഞ്ചേരി മാഫിയ തലവനെന്നും പവർ ഗ്രൂപ്പിലെ അംഗമെന്നുമൊക്കെ പറഞ്ഞ് വീണ്ടും അപമാനിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. രാജൻ ജോസഫിനെ പോലെയുള്ള ചിലരാകട്ടെ വളരെ മ്ലേച്ഛമായ രീതിയിൽ അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുന്ന കഥകൾ പടച്ചുവിടുകയും ചെയ്തു. ഈ ഊളകളോടൊന്നും അദ്ദേഹം ഒരക്ഷരം പോലും മറുപടി പറഞ്ഞിരുന്നില്ല. കാരണം അവർ മറുപടി അർഹിക്കുന്നില്ല എന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. എന്നാൽ അവർക്കൊക്കെയുള്ള മറുപടി ഒറ്റ സിമ്പലിൽ അദ്ദേഹം നൽകുകയാണോ ഈ ചിത്രത്തിലൂടെ എന്ന് ചിലരെങ്കിലും സംശയിക്കുന്നുമുണ്ട്. അദ്ദേഹം അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ലായിരിക്കാം. പക്ഷേ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പോലും അത് ഗംഭീരമായി എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇതുക്കും മേലെയുള്ള മറുപടിയൊന്നും അവർക്ക് നൽകാനില്ല. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.